IAS എടുക്കാൻ +2 ശേഷം ഏത് ഡിഗ്രി എടുക്കുന്നതാണ് നല്ലത്? നമുക്കറിയാം സിവിൽ സർവീസിലോട്ട് പോകാൻ നമുക്കൊരു ബേസിക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പൊതുവെ ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ ഹ്യൂമാനിറ്റീസിൽ പോയാലാണ് സിവിൽ സർവീസ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു ഡാറ്റയുടെയും ബാക്കപ്പ് ഇല്ലാത്ത ഒരു വാദം മാത്രമാണത്. നമ്മൾ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് ഒരു പാർലമെന്റിൽ വന്നൊരു കണക്ക് സിവിൽ സർവീസിൽ 67% എഞ്ചിനീയേഴ്സ് ആണ് എന്നുള്ളതാണ്. പക്ഷെ അതിൽ വേറൊരു ക്യാച്ച് ഉണ്ട്. അതിനർത്ഥം എഞ്ചിനീയറിംഗ് എടുത്താൽ അതായിരിക്കും സിവിൽ സർവീസിന് എളുപ്പം എന്നുള്ളതല്ല. കാരണം 2014-15 വരെയുള്ള ഒരു സമയത്ത് സിവിൽ സർവീസിൽ നമുക്കറിയാം 3 ഘട്ടം എക്സാം ആണുള്ളത്. പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ 3 ഘട്ടമാണുള്ളത്. അതിൽ പ്രിലിംസ് എക്സാമിൽ CSAT എന്നുള്ളൊരു ഭാഗമുണ്ട്. അതായത് കുറച്ചുകൂടി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിന്റെ മാർക്ക് മുമ്പ് കൃത്യമായിട്ട് പരിഗണിച്ചിരുന്നു. ഇപ്പം അതിന്റെ മാർക്ക് പരിഗണിക്കുന്നില്ല. അതിനൊരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. 33% മാർക്ക് മാത്രമാണ് വേണ്ടത്. അതല്ലാതെ അതിന്റെ മാർക്ക് എടുത്തിട്ട് അതിന്റെ എക്സാമിലോട്ട് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്കൽ അഡ്വാൻറ്റേജ് മുമ്പ് എഞ്ചിനീയേഴ്സിന് ഉണ്ടായതുകൊണ്ടാണ് കൂടുതലും എഞ്ചിനീയേഴ്സ് വന്നിരുന്നത്. അതിനുശേഷം വന്ന എഞ്ചിനീയേഴ്സിന്റെ കണക്ക് മാത്രമായിട്ട് നമുക്ക് അവൈലബിൾ അല്ല, നമ്മൾ നോക്കേണ്ടതാണ്. പക്ഷേ ഇൻ ജനറൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സിവിൽ സർവീസിലോട്ട് പോകാൻ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ഏറ്റവും നല്ല കോളേജിൽ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് ഡിഗ്രി എടുക്കുന്നത് എന്നതിനേക്കാളും പ്രധാനമാണ് നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്ന ഒരു പിയർ ഗ്രൂപ്പ്, കൂടെ പഠിക്കാനുള്ള അവസരം, അതേപോലെ തന്നെ അവിടെ നിന്നുള്ള സിവിൽ സർവീസിലുള്ള മറ്റ് അലുമിനസ്, മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വിജയത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയുടെ ടോപ്പ് 10 റാങ്ക്സ് എടുത്ത് നോക്കിയാൽ ആദ്യത്തെ 10 റാങ്കിൽ 4 ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളുകളാണെന്ന് കാണാൻ സാധിക്കും. 2 ആളുകൾ IIT പഠിച്ചതാണ്, 2 ആളുകൾ NIT പഠിച്ചതാണ്. എന്താ അതിനുള്ള റീസൺ എന്നുള്ളത്? ഡൽഹി എന്നുള്ളത് സിവിൽ സർവീസ് കോച്ചിങ്ങിന്റെ ഒരു എക്കോസിസ്റ്റം ഉള്ള സ്ഥലമാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ സർവീസിൽ എത്തിയ ഒരുപാട് ആളുകളുണ്ടാവും. അതുകൊണ്ട് ഒരുപാട് ഗൈഡൻസ് അവർക്ക് ലഭിക്കും. ആ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന വിദ്യാർത്ഥികളിൽ ഒരുപാട് ആൾക്കാർക്ക് സിവിൽ സർവീസിനോട് താല്പര്യമുള്ള, ആഭിമുഖ്യമുള്ള ആളുകളുണ്ടാവും. അതുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അങ്ങനത്തെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവും. അവരുടെ കൂടെ നമ്മളങ്ങനെ പഠിച്ചു പോകും. നമ്മുടെ ഒരു ഒഴുക്കിനനുസരിച്ച് നമ്മളങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഇത്തരം നല്ല സ്ഥലങ്ങളിൽ പഠിക്കുക എന്നുള്ളതാണ് സിവിൽ സർവീസിന് പോകാൻ വേണ്ടി നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഏത് ഡിഗ്രി എടുക്കുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനമാണ് നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ മക്കൾ സയൻസിലും മാത്സിലും മിടുക്കരാണോ? അവർ IITസിലും എയിംസിലും ജിപ്മറിലും IIScയിലും ഐസറിലും എല്ലാം പോയി പഠിക്കണം എന്ന് സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ 6 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് X&Y ലേണിംഗ് ഒരു എക്സ്ക്ലൂസീവ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥികൾക്കായിട്ട് ഓൺലൈൻ JEE പ്രോഗ്രാമും. ക്ലാസ്സുകൾ എടുക്കുന്നത് IITians-ഉം ഡോക്ടേഴ്സും NITians-ഉം അടങ്ങുന്ന ഒരു അടിപൊളി ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കരിയർ കണക്റ്റിന്റെ അടുത്ത എപ്പിസോഡുകളിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഞങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ X&Y കരിയർ കണക്ട് കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക. ലിങ്ക് താഴെ നൽകുന്നുണ്ട്.